മുശാവറ ചെയ്യൽ വലിയ ബഹുമാനമായിട്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണേ. അല്ലാഹുവിന്റെ ഖുർആൻ. മകന്റെ കല്യാണം വരികയാണ്, ബാപ്പ തീരുമാനിച്ചു, ഭാര്യനോട് പറഞ്ഞില്ല, അങ്ങനെ ആകരുത്. അതുപോലെ മകനോട് പറഞ്ഞില്ല, അങ്ങനെ ആകരുത്. മകളോട് ചോദിച്ചില്ല, അങ്ങനെ ആകരുത്. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. അവളോട് ചോദിക്കാതെ കൊണ്ടുപോയി ബാപ്പാന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുപോയി കെട്ടിച്ചിട്ട് അവള് പറയാണ് പിന്നീട്, ബാപ്പ ഒരിക്കലും കാണാൻ അവസരം പോലും തന്നില്ലല്ലോ എന്ന് പറയുന്ന ഇസ്ലാമല്ല ഇസ്ലാം. ഏതോ ആളുകൾ ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി കാണിക്കുന്ന ഏതെങ്കിലും പേക്കൂത്തുകളല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സുന്ദരമായ മതമാണ്, വളരെ സുന്ദരമായ മതം, എത്ര വിശാലതയുള്ള മതമാണ് ഇസ്ലാം. ഈ കഴിഞ്ഞ ദിവസം വളരെ വേദന തോന്നിയ ഒരു സംഭവം കേട്ടു. എന്താണ് സംഭവം എന്നറിയോ? ഒരു ചെറുപ്പക്കാരനെ വിവാഹത്തിന് ഒരുക്കി പെണ്ണ് കാണാൻ വേണ്ടി അയച്ചു. അങ്ങനെ നാട്ടിലെ എല്ലാവരും, കുടുംബക്കാരും, ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും ഒക്കെ കൂടിയിട്ട് പെണ്ണ് കാണാൻ വേണ്ടി അയച്ചു. അങ്ങനെ അവൻ പോയി പെണ്ണ് കണ്ടു. പെണ്ണ് കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അവൻ മിഠായി കൊടുത്തു. അവന്റെ സന്തോഷത്തോടെ തിരിച്ചു വന്നു. മിഠായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ട് കൊടുത്തു എന്നതിനർത്ഥമില്ല. അതേ സ്ഥാനത്ത് അവർക്ക് മിഠായി കൊടുത്തു, ഹലാലായ രൂപത്തിൽ മിഠായി കൊടുത്ത് അവൻ തിരിച്ചു വന്നു. ഇപ്പോഴല്ലാഹ് പറയാൻ സമയമില്ല, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ മിഠായിന്റെ റാലി നടത്തണം കല്യാണം റെഡിയാണെങ്കിൽ, അല്ലെ? മിഠായി കൊടുത്താൽ പോരാ, മിഠായിന്റെ റാലി നടത്തണം. കുറെ ആളുകൾ ഇങ്ങനെ മിഠായിയും പിടിച്ചിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ റാലി നടത്തണം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, കല്യാണത്തിന്റെ ചെലവ് കാണുമ്പോ തന്നെ പേടിയാണ്. എന്തിനായാലും മാത്രം പേടിയാകാൻ, മഹറിന്റെ പൈസ ഉണ്ടായ കല്യാണം കഴിച്ചുകൂടെ, ചില്ലറ പൈസ അല്ലേ വേണ്ടു. ഇപ്പം പറയാണ്, ഉമ്മ പറഞ്ഞിട്ടുണ്ട് 50,000 ഉറുപ്പിന്റെ മിഠായി കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഉമ്മ പോരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 50,000 സാലറി ഇല്ല ഈ ചെറുപ്പക്കാരന്. 50,000 സാലറി, എനിക്കറിയാം എന്റെ സാലറി. 50,000 സാലറി ഇല്ലാത്ത ഈ ചെറുപ്പക്കാരനോട് ഉമ്മാന്റെ നിർബന്ധമാണ് 50,000 ഉറുപ്പിന്റെ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കണം. ഓൻ ഇതുവരെ ജീവിതത്തിൽ 50,000 ഉറുപ്പിക ഒന്നിച്ച് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒന്നിച്ച് കൂടുതൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇവനോട് ഉമ്മ പറയാണ്, അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റ് 25,000-ൻ്റെതാണ്. അതുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ 50,000-ൻ്റെതെങ്കിലും ഞാൻ പോകൂല. അതിന്റെ കല്യാണം നീണ്ടാലും കുഴപ്പമില്ല. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, ഇത്തരം വിവരക്കേട് പറയുന്നവരാകരുത്. നമുക്ക് കഴിയുന്നതേ അവനോട് കൽപ്പിക്കാവൂ. അവന് കഴിയുന്നതിനെ നമ്മൾ അവനോട് ശാസിക്കാവൂ. ഉമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താണ്. ഉമ്മമാരുടെ നാവ് കൊണ്ടൊരിക്കലും ഇത്തരം മതപ്പതിച്ച വാക്കുകൾ മക്കളോട് പറയാൻ നിർവാഹമില്ല. വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കുന്നവരാകണം. നമ്മളെ മക്കളെ കൊണ്ടുപോയി കടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന ഉമ്മമാരാകരുത്. അവരുടെ ജീവിതം തൊലഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഉമ്മമാരാകരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ഉമ്മമാരെ, അപ്പുറത്തെ മുതലാളിയുടെ വീട്ടിൽ കൊടുത്ത ചോക്ലേറ്റിന്റെ പണമല്ല നീ നോക്കേണ്ടത്. അപ്പുറത്തെ വീട്ടുകാരൻ കൊടുത്ത ചോക്ലേറ്റിന്റെ വിലയല്ല നീ നോക്കേണ്ടത്. നിന്റെ മകന്റെ ശമ്പളത്തിലേക്കാണ്, നിന്റെ ജീവിതത്തിലേക്കാ, അവന്റെ ജീവിതത്തിലേക്ക് കഴിയാത്തത് കൽപ്പിച്ചിട്ട് ആ കുട്ടി കഴിയാത്തത് എടുത്തിട്ട് പിന്നെ കടത്തിലായി പോയാൽ പിന്നെ ആര് സംവിധാനിക്കും? പിന്നെ ആര് കൊണ്ടുപോയി അവനെ സമാധാനിപ്പിക്കും? അവന്റെ കുടുംബ ജീവിതം തകരാൻ ചിലപ്പോൾ അത് കാരണമായി പോകും കേട്ടോ. അയാൾ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇത്തരം ആവശ്യമില്ലാത്ത ചെലവുകൾ, ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ, ആവശ്യമില്ലാത്ത ദുശ്ചെയ്തികൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നവരാകരുത്. തഖ്വയോടെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാണോ ഈ പരിപാടിയുടെ സംഘാടകർ? ഞാൻ ആ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരിക്കലും നമ്മളെ കൂട്ടുകെട്ടിൽ അത്തരം സ്വഭാവമുള്ളവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിക്കൂടാ. അനാവശ്യം ചെലവഴിക്കുന്നവരായിക്കൂടാ. മുസ്ലിയാരെ, ചോക്ലേറ്റ് പിടിച്ച് പോകുമ്പോഴേക്ക് ഹറാമ് വരുമോ? ചില ആളുകളെ സംശയമാണ്, ഇതെന്തൊരു ഇസ്ലാമാണ്? 6-ാം നൂറ്റാണ്ട് പറയേണ്ട മതാണല്ലോ ഈ മതം. ഇപ്പോഴും ഒരു മാറ്റം വരുത്താത്ത മതാണല്ലോ. ചോക്ലേറ്റ് പിടിക്കല് ഹറാമാണ് എന്നാണോ ഞാൻ ഇപ്പൊ പറഞ്ഞത്? അല്ല. ചോക്ലേറ്റ് കൊണ്ടുപോകല് ഹറാമാണ് എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല. അവന് കഴിയാത്ത ഭാരങ്ങൾ അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് അവനെ കടത്തിലേക്കാക്കി കളയരുത് എന്നാ ഞാൻ പറഞ്ഞത്. അത് ഇസ്ലാമല്ലേ? ഏതൊരു ബുദ്ധിയുള്ളവനും അറിയുന്നതാണ്, പറയേണ്ടതില്ലല്ലോ. അവൻ ചില പെങ്ങന്മാര് പറയും, അതൊന്നുമില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകലി? നിന്റെ വിവാഹം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ വിവാഹം ചിലപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. നിന്റെ
പുതിയാപ്പിള അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവന് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. താനോടത് പറഞ്ഞ അതവ് കേടാകൂലേ എന്ന് വിചാരിച്ചിട്ടാണ്. ആവശ്യമില്ലാത്ത ഇത്തരം ദുസ്വഭാവങ്ങൾ ഭാരങ്ങളായി ചെറുപ്പക്കാർക്ക് വെച്ചു കൊടുത്താൽ അവരെ വിവാഹം ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ അവർക്ക് സാധിക്കൂല. ഹറാമിന്റെ വഴികളിലേക്ക് അവര് പോകാൻ അത് കാരണമാണ്. വിദേശ രാജ്യത്ത് പോകുന്നവർക്കറിയാം, അതേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയാൽ വിവാഹത്തിന് പുരുഷന്മാരും പെണ്ണും വല്ലാതെ വൈകിപ്പോവാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം കാരണവും ഇതുപോലെയുള്ള ഇല്ലാത്ത നടപ്പുകൾ കൊണ്ടുവന്നതാണ്. ഇസ്ലാം പറഞ്ഞതല്ലാത്ത പുതിയ പുതിയ നടപ്പുകളാണ്. ആ നടപ്പുകൾ കൊണ്ടുവന്നതിന്റെ പേരിൽ പുതിയാപ്പിളയാകുന്ന ചെറുപ്പക്കാരന്റെ പ്രായത്തിൽ, അവന് ചെറുപ്രായത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല. ലോഡായതിന്റെ പേരിൽ പ്രായം 35-40 കഴിഞ്ഞിട്ട് വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണ്, വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരാ. പണത്തിനല്ല ഉമ്മമാരെ ഇഷ്ടപ്പെടേണ്ടത്. പണം എന്ന് പറയുന്നത് ഇന്നുണ്ടാകാം, നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാം. അലിജമാലിഹാ, ഭംഗിക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടുന്നുണ്ടാകാം. വലിനസബിഹാ, തറവാടിന് വേണ്ടി ഭംഗി വിവാഹം ചെയ്യപ്പെടുന്നുണ്ടാകാം. വലിമാലിഹാ, സമ്പത്ത് കണ്ടിട്ട് വിവാഹം ചെയ്യുന്നതുണ്ടാകാം. വലിദീനിഹാ, ദീനനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി വിവാഹം ചെയ്യുന്നതുണ്ടാകാം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, ദീനിനെ മുറുകെ പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലത്തും അപ്ഡേറ്റ് ഉള്ള വാക്കാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ചെറുപ്പക്കാരെ വിവാഹം കഴിയുമ്പോൾ ദീനുള്ള പെണ്ണിനെ വിവാഹം ചെയ്യണം. ഇല്ലെങ്കിലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും ട്രാൻസ്ഫർ ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഞാൻ ആണല്ല ഞാൻ പെണ്ണാണ്, പെണ്ണല്ല ആണാണ് എന്ന് പറയാൻ മടിയില്ലാത്ത പെൺകുട്ടികളെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലേ? ആണിനെ പെണ്ണാക്കുന്ന കാലം, പെണ്ണിനെ പിടിച്ച് ആണാക്കുന്ന കാലം, അതിനൊരു മടിയുമില്ല. പെണ്ണ് പറയാണ് ഞാൻ ഇന്ന് മുതൽ ആണാണ് എന്നോട് പ്രഖ്യാപിച്ചാൽ അംഗീകരിക്കണം എന്നാ പറയുന്നത് ലോകം, അല്ലേ? അതിന് ബഹുമാനം ഉണ്ട് എന്നാ ഇന്നത്തെ കാലം പറയുന്നത്. വല്ലാത്തൊരു കാലം തന്നെ. ഭർത്താവും ഭാര്യയും 10 കൊല്ലമായി ജീവിക്കുന്ന 4 മക്കളുണ്ട്. ഇവള് പറയാണ് ഞാൻ പെണ്ണല്ല ഞാൻ പുരുഷനാണ്. അപ്പൊ ഇതുവരെ പ്രസവിച്ചതോ അതെന്റെ വയറാണ്, ഞാനല്ല ഞാൻ പുരുഷനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ പെണ്ണിനെ അട്ടിമറിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഒരു വിഭാഗം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനെ കുറിച്ചും ബോധമില്ലാതെ ജീവിതം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതം എന്തിനാണ്, എങ്ങനെയാണ് എന്നൊന്നും ചോദിക്കുമ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ജീവിതം. അതിനാണ് ജീവിതം എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു കാലഘട്ടം. ബോഡിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതിനാണോ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്? മോനെ ഞങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. മോനെ നിന്റെ ശരീരത്തോട് തന്നെ നീ ചോദിക്കുക, നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണോ നിന്റെ ശരീരത്തെ നീ പടക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. കഴിവ് കൊണ്ടൊരുപോലെയാണോ? അല്ല. സാമ്പത്തികം കൊണ്ടൊരുപോലെയാണോ? അല്ല. ആരോഗ്യം കൊണ്ടൊരുപോലെയാണോ? അല്ല. ചിന്ത കൊണ്ടൊരുപോലെയാണോ? അല്ല. ആലോചന കൊണ്ടൊരുപോലെയാണോ? അല്ല. ഒന്നുകൊണ്ടും ഒരുപോലെയല്ല. മൈ ബോഡി മൈ ചോയ്സ് ആണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ സാധിക്കപ്പെടേണ്ടതില്ലേ? ഇല്ല മോനെ, എല്ലാവരുടെയും ആഗ്രഹം സാധിക്കപ്പെടുന്ന ലോകം ഇതല്ല. എല്ലാ മുഅ്മിനീങ്ങളുടെയും ആഗ്രഹം സാധിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് ജന്നാത്തുൻ നഈം. ഇവിടെയുള്ള ലോകം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുന്ന ലോകമല്ല, എല്ലാ നിലക്കും വിജയിക്കാനുള്ള ലോകമല്ല. ഇത് താൽക്കാലികമായ ലോകമാണ്. ഇവിടെ എന്ത് കിട്ടിയാലും തൽക്കാലമാണ്, എന്ത് കിട്ടിയാലും അതേ കുറഞ്ഞ നേരത്തേക്കാണ്. നിലനിൽക്കുന്നതായി ഇവിടെ ഒന്നും പറയാനില്ല.
നിലനിൽക്കുന്നതായി ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു സുഖത്തെ കാണിച്ചു തരുമോ? നിലനിൽക്കുന്നൊരു സുഖം കാണിച്ചു തരുമോ? ഏതെങ്കിലും ഒരു സുഖം പറയൂ നിങ്ങള്. നിലനിൽക്കുന്നൊരു സുഖം, അങ്ങനെ ഒരു സുഖമില്ല. ഈമാനല്ലാത്തൊരു സുഖം മറ്റൊന്ന് പറയാനില്ല. ഏതെങ്കിലും ഒരു സുഖം ഈമാനല്ലാത്തത് നിങ്ങൾ കാണിച്ചു തരുമോ? മുസ്ലിയാരെ, ഈമാന് ഭയങ്കര സുഖാണോ? ഈമാനുള്ള മുഅ്മിനാണോ അവൻ ഭയങ്കര സുഖത്തിലാണ്, സംശയിക്കേണ്ടതില്ല. ഈമാനുള്ള മൂമിന് ഉണ്ടാകുന്ന സുഖം ലോകത്താർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഈമാനുള്ള മൂമിനാണോ അവന് നാളെ കുറിച്ച് പേടിയില്ല, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ബേജാറില്ല. കാരണം കഴിഞ്ഞതൊക്കെ ഈമാനോടുകൂടെയാണ്, നന്മകളോടുകൂടെയാണ്, അള്ളാനെ വഴിപ്പെട്ടിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈമാനാകണം. അങ്ങനെ ജീവിച്ചവനാണോ നാളെ കുറിച്ച് ബേജാറാകേണ്ടതില്ല. കാരണം ഇതുവരെ കഴിഞ്ഞു പോയത് എന്റെ കഴിവ് കൊണ്ടാണോ? അല്ല. ഇതുവരെ തീർന്നു പോയത് എന്റെ കഴിവ് കൊണ്ടാണോ? അല്ല. ഇതുവരെ ഓരോന്നും നടന്നത് എന്റെ കഴിവ് കൊണ്ടാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ അതേ കഴിവ് അവനും കഴിയണമായിരുന്നു. ഞാനും അവനും ഒരേ നിലക്കാണ് ജോലിയിലേക്ക് വന്നത്. ജോലിയിലേക്ക് വന്ന് നോക്കുമ്പോൾ എനിക്കാണ് കൂടുതൽ ശമ്പളം പിന്നായത്. എന്താ കാരണം? മറ്റേയാൾക്ക് എന്നെ പോലെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കൈ നോക്കുമ്പോൾ അയാളെ കൈയും എന്റെ കൈയും ഒരുപോലെയാണ്. 5 വിരലാണ് കൈ, ഒരു കൈയിൽ മറ്റേയാൾക്കും 5 വിരലാണ്. കണ്ണ് 2ആണ്, കാത് 2ആണ്, കൈ 2ആണ്, കാല് 2ആണ്. അവയവങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ വർക്കിങ്ങിൽ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ബഹുമതിയെ പ്രവർത്തികൾക്ക് ബഹുമതി കണ്ടതുകൊണ്ട് മുതലാളി ആകെ ശമ്പളം കൂട്ടിക്കൊടുത്തു പോയി. മൈ ബോഡി മൈ ചോയ്സ് എന്നേ പറയാൻ കഴിയൂ. അവനെ പോലെ എന്റെ ബോഡി ആക്കാൻ കഴിയുമെന്ന് നിനക്ക് കഴിയൂ? ഇല്ല. നിനക്ക് ചിലപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കും. ഞാൻ ഇന്ന് പെണ്ണല്ല ആണാണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കും. ഇന്ന് പെണ്ണല്ല ഞാൻ ആണാണ് എന്ന് പറയാൻ കഴിഞ്ഞേക്കും. പക്ഷേ ചോദിക്കട്ടെ, തൊള്ള കൊണ്ട് പറയാൻ കഴിയുമോ എന്നല്ല ഞാൻ ചോദിച്ചത്. യാഥാർത്ഥ്യത്തിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിലേക്ക് ഇത് സാധിക്കുമോ? ഇല്ല, ഇല്ല. ഒരേ ഉപ്പാക്ക് ജനിച്ച 4 മക്കളാണ്. 4 മക്കളും 4 കോലക്കാരാണ്. ഒരേ ഉമ്മാക്ക് ജനിച്ച 4 മക്കളാണ്. 4 ആളും 4 രൂപത്തിലാണ്. കാണാൻ വ്യത്യസ്തമാണ്, സ്വഭാവത്തിൽ വ്യത്യസ്തമാണ്, ശൈലിയിൽ വ്യത്യാസമാണ്, ബുദ്ധിയിൽ വ്യത്യാസമാണ്, ബുദ്ധി പ്രയോഗിക്കുന്നതിൽ വ്യത്യസ്തമാണ്, ചെയ്യുന്നതിൽ വ്യത്യസ്തമാണ്, എല്ലാറ്റിലും വ്യത്യസ്തമാണ്. 4 ആളും ഒരുപോലെയാണോ? ഒന്നിലും ഒരുപോലെ ഇല്ല. ഇരട്ട പെറ്റ ചില കുട്ടികളില്ലേ, 2 മക്കള് 3 മക്കളൊക്കെ ഒന്നിച്ച് പ്രസവിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ പ്രസവിച്ചാ ചിലപ്പോ നോക്കിയാ മനസ്സിലാകൂല. അവരെ ഉമ്മാക്ക് തിരിയാത്ത പ്രയാസമില്ലല്ലോ. നിനക്കല്ലേ തിരിയാത്ത പ്രശ്നമുള്ളവന്റെ ഉമ്മാക്ക് തിരിയാത്ത പ്രശ്നമില്ലല്ലോ. അവന്റെ ബാപ്പക്ക് മാറിപ്പോയ പ്രയാസമില്ലല്ലോ. നമുക്ക് ചെറിയ അതേ മൈനോട്ടായ മാറ്റങ്ങളെ ചിലപ്പോ നോക്കിയറിയാൻ കഴിഞ്ഞില്ല. ഉമ്മാക്കത് സാധിച്ചു പോയി. ഇരിക്കട്ടെ, അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് റബ്ബ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരേ ബാപ്പാന്റെതാണ് ഒരേ ഉമ്മാന്റെതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തതയാണ്. അല്ലേ? ഭൂമിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്തതയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ ഈ നാട്ടിൽ എല്ലാവരും ഒരുപോലെ, എല്ലാരും മുതലാളിമാര്. അങ്ങനെ മുതലാളി തന്നെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എന്താ ഇല്ലാത്ത? എല്ലാരും മുതലാളിയാ. പിന്നെ മുതലാളി എന്നിട്ട് ഒരാൾ ഉണ്ടാവില്ലല്ലോ. എല്ലാരും പൈസക്കാരല്ലേ, പിന്നെ എന്ത് മുതലാളി ഇവിടെ? അപ്പൊ എല്ലാരും മുതലാളിയാകാൻ പറ്റൂല. എല്ലാരും തൊഴിലാളിയായാലോ ശമ്പളം കൊടുക്കാൻ മുതലാളി ഉണ്ടാകൂല. അപ്പൊ തൊഴിലാളിയും വേണം, മുതലാളിയും വേണം, ഉസ്താദും വേണം, ശിഷ്യന്മാരും വേണം, ശിഷ്യന്മാരും വേണം, ഉസ്താദും വേണം, എല്ലാവരും വേണം. ഒരേ കൂട്ടത്തിൽ എല്ലാ പവറും ഒരാക്കുന്നത് അങ്ങനെയും പറ്റൂല. മുസ്ലിയാർക്കില്ലാത്ത പവർ നാടന്മാർക്ക് വേണം, നാടന്മാർക്കില്ലാത്ത കഴിവ് മൊയ്ലിയാർക്കും വേണം. അങ്ങനെ എല്ലാ നിലക്കും വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു നാടിന്റെ ഭംഗിയുടെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മൈ ബോഡി മൈ ചോയ്സ് എന്ന് തൊള്ള കൊണ്ട് പറയാൻ ചിലപ്പോ സാധിച്ചേക്കും. യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ മൈ ബോഡിക്ക് മൈ ചോയ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, പ്രായം തന്ന ഉപ്പാപ്പാന്റെ തോല് ചുളിയുമ്പോൾ
മൈ ബോഡി മൈ ചോയ്സ് ആണ്, ചുളിയാൻ പാടില്ല എന്ന് അധികാരമുള്ള ഒരു പാപ്പാനെ കാണിക്കുമോ? ചെറുപ്പക്കാരാ, പ്രച്ഛന്ന വേഷം കെട്ടുമ്പോ പെയിന്റ് അടിച്ചിട്ടല്ലേ നിന്റെ ശരീരത്തിന്റെ കോലം മാറ്റിയത്? എന്തേ നിന്റെ ശരീരത്തിന് നിന്റെ ചോയ്സ് ആണെങ്കിൽ 2 ദിവസത്തേക്ക് ചുളിഞ്ഞ ശരീരം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, നിനക്ക് കിട്ടാനുള്ള വകുപ്പുണ്ടായില്ലല്ലോ. മൈ ബോഡി മൈ ചോയ്സ് ഇതൊക്കെ തൊള്ള കൊണ്ട് പറയാൻ ചിലപ്പോ സാധിച്ചേക്കും, അത് പൂർത്തീകരിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല.